92 ലിബറലൈസേഷന് ശേഷം ഒരുപാട് വിദേശ പ്രോഡക്ട്സുകൾ ഇന്ത്യയിൽ വന്നു, പ്രത്യേകിച്ച് കൺസ്യൂമർ ഗുഡ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, സിറിയൽസ്, കാറ്, ഫ്രിഡ്ജ്, AC. അപ്പോൾ ഇതെല്ലാം ഇത് പരസ്യം ഇവർക്കെല്ലാം പരസ്യം കൊടുത്തതിലെ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയുള്ളൂ. പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പല പത്രങ്ങളും ഇപ്പോൾ 16 പേജോ 17 20 പേജുള്ള പത്രങ്ങൾ 22 പേജും 26 പേജും 32 പേജ് വരെ പോയ പത്രങ്ങളുണ്ട് ഒരു ദിവസം ഡെയിലി. കാരണം അത്രമാത്രം പരസ്യം ഉണ്ട്. ആ സമയമായിരുന്നു ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഈ പരസ്യം ഉണ്ടായപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കുടുംബം, സുന്ദരനും സുന്ദരിമാരുമായ അച്ഛനും അമ്മയും അതുപോലെ ഓമനത്വമുള്ള കുട്ടികളും ഒരു ടേബിളിന് ചുറ്റും വരുന്ന വളരെ നല്ല ഭംഗിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സിറിയൽസും അമേരിക്കൻ സ്റ്റൈലിൽ ഓറഞ്ച് ജ്യൂസും മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് പേജ് കളർ പരസ്യം. പക്ഷെ അതിൻ്റെ മുകളിൽ വാർത്ത എന്താണ്? 200 കർഷകർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് കലഹണ്ടിയിൽ പട്ടിണിയാണ്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ പരസ്യ കമ്പനികൾക്ക്, നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മുടെ വായനക്കാരെയും ജേർണലിസ്റ്റുകളെക്കാളും ബുദ്ധിയുള്ളവരാണ് പരസ്യ കമ്പനികൾ. അവർ പറയും, നിങ്ങൾ ഞങ്ങളുടെ പരസ്യം താഴെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വാർത്ത കേൾക്കുകയാണെങ്കിൽ ഇത് ശരിയല്ല, ഞങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ സോഫ്റ്റ് ജേർണലിസം, ഫീൽ ഗുഡ് ജേർണലിസം എന്നും പറഞ്ഞൊരു ശാഖ ഇന്ത്യൻ പത്രപ്രവർത്തനം ഉണ്ടാകുകയും, അപ്പോൾ ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ ഡെവലപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ തേർഡ് വേൾഡ് എന്ന് വിളിക്കപ്പെടാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്, ദാരിദ്ര്യവും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് ഫീൽ ഗുഡുള്ള ഇന്ത്യയിൽ ഫീൽ ഗുഡായിട്ടുള്ള 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന് ക്രിക്കറ്റും, മറ്റേത് ബോളിവുഡ് അല്ലെങ്കിൽ നമ്മുടെ സിനിമയും ക്രിക്കറ്റും. അപ്പോൾ ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യവും കഴിവുമുള്ള ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരുപാട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യുകയും ഞാൻ ഉൾപ്പെടെ ഞാനും അങ്ങനെ പത്രത്തിൽ വന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല കഴിവുള്ള എഴുത്തുകാരെ നമ്മളെപ്പോഴും സ്പോർട്സിലോട്ട് മാറ്റുകയും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റിലോട്ട് മാറ്റുകയും, ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ആർക്കും വായിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ച് പൊളിറ്റിക്കൽ ജേർണലിസം ചെയ്യുന്നവരെ സൈഡ് ലൈൻ ചെയ്യുകയും, അങ്ങനെ ഉണ്ടായ ഒരു ജനറേഷനിൽ നിന്ന് വന്ന ലീഡർഷിപ്പാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക ന്യൂസ് പേപ്പറിൻ്റെയും എഡിറ്റേഴ്സായിട്ട്. ന്യൂസ് പേപ്പറും ടെലിവിഷൻ ചാനലിലൊക്കെ ആരെടുത്ത് നോക്കിയാലും ഇവരെല്ലാം ഈ മിഡ് 1990s ജേർണലിസ്റ്റിൽ ചേർന്നിട്ട്, അപ്പോൾ അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു ന്യൂസ് റൂമിൽ പ്രവർത്തിച്ച് പരിചയമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതാണ് ജേർണലിസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ടോപ്പിക്കുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ ന്യൂസ് പ്ലേ ചെയ്യുന്നത്, ഇതെല്ലാം ഈ 2 ഫാക്ടേഴ്സും ആദ്യപ്രസരം ക്രിക്കറ്റിൻ്റെയും ഇത് നമുക്ക് കാണാൻ കഴിയും.